നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗൗതം സാറ് രാവിലെ നടക്കാൻ പോയി. ചിലപ്പോ സൈക്ലിങ്ങും കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു. നീ കള്ളം പറയില്ലെന്നാ ഞാൻ കരുതിയത്. എന്നോടൊന്നും മറക്കണ്ട, ഞാൻ ഗൗതമിനെ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നത്. രാത്രിയിൽ നിങ്ങൾ തമ്മിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും നീ തന്നെ വിളിക്കാതിരുന്നത്. നിന്നെ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും ഞാൻ നിന്റെ ആരുമാണെന്ന് നിനക്ക് തോന്നില്ലേ? അയ്യോ, അങ്ങനൊന്നും അല്ല. സന്തോഷത്തോടെ ഈ മുറിയിലേക്ക് എന്നെ അയച്ച ആന്റിയെ വിഷമിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കരുതിയിട്ടാ. അത്രയുള്ളൂ. ആന്റി എനിക്ക് അമ്മയെ പോലെ തന്നെയാ. ഞാനും നിന്നെ പോലെ തന്നെയായിരുന്നു. എല്ലാം സഹിച്ചും വിട്ടുകൊടുത്തുവാ ഇതുവരെ ജീവിച്ചത്. ശിവാനിക്ക് വേണ്ടി നീ ചെയ്യാൻ തുടങ്ങിയ ത്യാഗത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാകും. പക്ഷേ നിന്റെ ആ ത്യാഗമാ ഗൗതമിന്റെ മനസ്സിൽ ഇപ്പോഴുള്ള ഏറ്റവും വലിയ കല്ലുകടി. എനിക്കറിയാം, ഗൗതം സാർ പലവട്ടം ഞാൻ എന്താണ് മറക്കുന്നതെന്ന് ചോദിച്ചതാ. പക്ഷേ എന്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി എനിക്കത് മറച്ചു വെക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ആ വാക്ക് തെറ്റിച്ചോളാൻ അമ്മ പോലും എനിക്ക് മൗനാനുവാദം തന്നതായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്കത് പറ്റില്ലായിരുന്നു ആന്റി. ഈ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി ഞാനും ചില വാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്തരൊരു വാക്കിന്റെ ബലത്തിലാ ഗൗതം ഇന്നും വസുന്ധരയെ അമ്മ എന്ന് വിളിക്കുന്നത്. ഈശ്വരമംഗലം ശിഥിലമായി പോകാതിരിക്കാൻ ആ വാക്ക് പാലിക്കുന്നവളാ ഞാൻ. എന്ത് വാക്കാ ആന്റി കൊടുത്തത്? ആർക്കായിരുന്നു അത്? അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഒരു വാക്കു പറഞ്ഞു പോയതിന്റെ പേരിൽ ജീവിതത്തിൽ ചില വിട്ടുകൊടുക്കലുകളൊക്കെ ആവാം. പക്ഷേ ജീവിതം തന്നെ വിട്ടുകൊടുക്കരുത്. നീ ഇപ്പൊ അതാ ചെയ്തത്. നിന്റെ ജീവിതം നീ ശിവാനിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായി. പക്ഷേ ഗൗതമിന് നിന്നോടുള്ള ദേഷ്യം ശാശ്വതമല്ലെന്ന് എനിക്കറിയാം. കാരണം അവന് മുൻപ് തന്നെ നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൻ നിന്നെപ്പറ്റി എപ്പോഴും എന്നോട് പറയുമായിരുന്നു. കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന നിന്നോട് അവന് ബഹുമാനമായിരുന്നു. ആ ഇഷ്ടവും ബഹുമാനവും ഇന്നലെ രാത്രി ഞാൻ ശരിക്കും കണ്ടു. അവന് നിന്നോട് ദേഷ്യമൊന്നും ഇല്ല മോളെ. നീ അവന്റെ ജീവന് വില കൽപ്പിച്ചില്ല എന്നുള്ള സങ്കടമാ. അതൊക്കെ ശരിയായിക്കോളും. അവന് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. അയ്യോ, ആന്റി എന്നോട് മാപ്പൊന്നും ചോദിക്കണ്ട. എന്നേക്കാൾ എത്രയോ ഉയരത്തിലിരിക്കുന്ന ആളാണ് ആന്റി. ഞാൻ വെറും ഒരു സാധാരണക്കാരി. ഈ വീട്ടിൽ നീ മാത്രമേ അങ്ങനെ പറയൂ. ഇവിടെ ഇപ്പോ ഞാൻ നല്ല ഭാര്യയും അമ്മയും ഒക്കെ ആയിരിക്കും. പക്ഷേ ഒരിക്കൽ ഞാൻ ഒന്നുമില്ലാത്തിടത്ത് നിന്ന് വലിഞ്ഞു കയറി വന്ന മരുമകളായിരുന്നു. ഇപ്പോഴും അതൊക്കെ പറഞ്ഞ് വസുന്ധര എന്നെ സങ്കടപ്പെടുത്താറുണ്ട്. പക്ഷേ എന്റെ ഭർത്താവും മക്കളും എന്നെ അങ്ങനെയല്ല കാണുന്നേ. അവർക്കെന്നെ ജീവനാ. ഒരിക്കൽ ബിസിനസ്സിൽ വലിയ തകർച്ച വന്നപ്പോ എന്നെ ഉപേക്ഷിച്ച് ഒരു പണക്കാരി പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഗോപിയേട്ടനെ വസുന്ധര നിർബന്ധിച്ചു. പക്ഷേ ഗോപിയേട്ടൻ അതിന് തയ്യാറായില്ല. പകരം എന്നെ കൂടുതൽ മുറുക്കെ പിടിച്ചു. തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാലും ഒരുമിച്ചിറങ്ങുമെന്ന് തീരുമാനിച്ചു. അത്രയും നല്ലൊരു അച്ഛന്റെ മകന് ഗൗതം. ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും. പക്ഷേ എന്തും വിട്ടുകൊടുക്കുന്ന നിന്റെ ഈ ത്യാഗ മനോഭാവമില്ലേ, നീ ഈ പടിക്ക് പുറത്ത് ഉപേക്ഷിക്കണം. ജീവിതത്തിൽ ആർക്കും വിട്ടുകൊടുക്കാൻ പാടില്ലാത്ത ഒന്ന് നിന്റെ കഴുത്തിലുണ്ട്.
നിന്റെ താലി. ആര് വിചാരിച്ചാലും അത് നീ വിട്ടുകൊടുക്കരുത്. ഇല്ല ആന്റി. ഈ താലിയും സീമന്തരേഖയിലെ സിന്ദൂരവും എന്റെ ശ്വാസമാണ്. എന്റെ മരണത്തിലല്ലാതെ ഇത് രണ്ടും ഞാൻ ഒഴിവാക്കില്ല. സത്യം. ഗൗതം സാർ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും ഞാൻ എങ്ങും പോവില്ല. പിന്നെ വസുന്ധര ആന്റി എന്നെ പുറത്താക്കാൻ ഇങ്ങോട്ട് വരട്ടെ. ആന്റിയെ പോലെ അല്ല ഞാനെന്ന് അവര് ശരിക്കും അറിയും. ഗുഡ് മോർണിംഗ് ശിവാനി. മോർണിംഗ്. ഗുഡ് ആണോ ബാഡ് ആണോ എന്നൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. എടാ ഞാനേ ഡാൻസ് വർക്കൗട്ട് ചെയ്യാൻ പോവാ. അത് കഴിയുമ്പോ എനിക്കൊരു ആപ്പിൾ ജ്യൂസ് വേണം. ആപ്പിൾ ജ്യൂസ് പോയിട്ട് ഒരു നാരങ്ങ വെള്ളം പോലും ഇവിടെ അടുത്തൊന്നും കിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ ഞാൻ കട്ടൻ കാപ്പി ഇട്ട് തരാം. കട്ടൻ കാപ്പി നിരും. വീട്ടിലായിരുന്നെങ്കിൽ വർക്കൗട്ട് കഴിയുമ്പോ നീ ഇത് ആപ്പിൾ ജ്യൂസ് കൊണ്ട് തരുമായിരുന്നു. നീ ഒറ്റയിടത്തും കാരണം ഞാൻ വഴിയാധാരായത്. എനിക്ക് ആപ്പിൾ ജ്യൂസ് കിട്ടിയേ പറ്റൂ. കടയൊക്കെ തുറക്കാൻ മിനിമം 10 മണിയെങ്കിലും ആവും. കാശുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ വാങ്ങിത്തരാം. കാശ് ഉണ്ടെങ്കിൽ എന്നാ? ഇന്നലെ ഓർണമെന്റ്സ് പണയം വെച്ച കാശ് നിന്റെ കയ്യിലില്ലേ? നിനക്ക് ഡ്രസ്സും സിം കാർഡും ഒക്കെ വാങ്ങിയപ്പോ തീർന്നു. ദേ അമലെ, വൃത്തിയോട് പറയരുത്. ലക്ഷങ്ങളുടെ മുതലാ ഞാൻ ഇന്നലെ നിനക്ക് എടുത്തു തന്നത്. കുറെ ഡ്രസ് വാങ്ങിന്ന് പറഞ്ഞ് അതെങ്ങനെ തീരും? അത് പിന്നെ ശിവാനി, ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി കടം വാങ്ങിയിരുന്നു. ആ കാശ് കിട്ടിയപ്പോ ഞാൻ ആ കടം വീട്ടി. നീ കുറച്ച് ഗോൾഡ് കൂടി ഇങ്ങെടുക്ക്. ഇനി കിട്ടുന്ന കാശ് നമ്മുടെ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കൂ. ഇനി സ്വർണം നിന്റെ കയ്യിൽ തരുന്ന പ്രശ്നമില്ല. നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോയി പണയം വെക്കാം. എന്നിട്ട് കിട്ടുന്ന കാശ് ഞാൻ സൂക്ഷിച്ചോളാം. അയ്യോ, നീ പുറത്തിറങ്ങിയ ചിലപ്പോ പോലീസ് നിന്നെ പൊക്കും. നീ ഇപ്പൊ ഒരു വാണ്ടഡ് ക്രിമിനലാ, അത് നീ മറക്കണ്ട. ചുമ്മാ പേടിപ്പിക്കാതെടാ. നമ്മൾ പേടിക്കണം ശിവാനി. നിധിക്ക് നിന്നോട് അത്രയ്ക്ക് വൈരാഗ്യമുണ്ട്. ഗൗതമിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഏത് വിധേനയും നിന്നെ കൊടുക്കാൻ അവർ ശ്രമിക്കും.